NTPC-യിലേക്ക് ഏകദേശം 8850ഓളം വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ എന്താണ് പറയാ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. ഈ ശമ്പളം എന്ന് പറയുന്നത് 35,400 ആണ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജിത. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന RRBയുടെ NTPC നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. 8850ഓളം വേക്കൻസികളാണ് വിളിച്ചിരിക്കുന്നത്. എത്രയാണ്? 8850ഓളം വേക്കൻസികളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ RRB ഗ്രൂപ്പ് ഡി അതേപോലെ തന്നെ SSC പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ് RRBയുടെ NTPC എക്സാം. അപ്പൊ ഈ തരത്തിൽ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് എക്സാംസിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് NTPCയുടെ. അപ്പൊ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു എപ്പോഴാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം. അപ്പൊ കൃത്യമായിട്ട് ഏതൊക്കെ ഡേറ്റ് വരെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മുടെ NTPC അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC-യിലേക്ക് ഏകദേശം 8850ഓളം വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നത്തെ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വേക്കൻസി ഇല്ല എങ്കിൽ കൂടി കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ എന്താണ് പറയാ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ഈ NTPC എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം നോക്കിയാൽ ഇതിൽ രണ്ട് കാറ്റഗറിയിലേക്കാണ് നമുക്ക് എക്സാം വിളിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഗ്രാജുവേറ്റ് കാറ്റഗറി വേക്കൻസിയും ഉണ്ട്, അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറി വേക്കൻസീസും ഉണ്ട്. അപ്പൊ രണ്ട് വേക്കൻസീസും കൂടി ചേർത്തിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കാണെങ്കിൽ 5800 വേക്കൻസീസ് ആണ് വരുന്നത്. ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കാണെങ്കിൽ 5800 വേക്കൻസീസും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കാണ് എങ്കിൽ 3050 വേക്കൻസീസുമാണ് വരുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 3050 വേക്കൻസീസുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ വേക്കൻസീസിലേക്ക് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് വേണം ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. നോക്കിക്കേ, നമ്മുടെ ഗ്രാജുവേറ്റ് ഒരു വേക്കൻസിയിലേക്കാണെങ്കിൽ അതിലെ ശമ്പളവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കുള്ള ശമ്പളവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നത് കൃത്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുകളാണ് ഇവിടെ പ്രധാനമായും വരുന്നത്. അതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 35,400 ആണ്. 35,400 ആണ്. വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സാലറി പാക്കേജ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, അതേപോലെ തന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇത്രയും പോസ്റ്റുകൾ നമുക്ക് വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ 29,200, അതേപോലെ തന്നെ 25,500, ഇത്രയുമൊക്കെയാണ് നമ്മുടെ ആ ഒരു സാലറി പാക്കേജ് വരുന്നത്. ഈ പറയുന്ന ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പ്രത്യേകം കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് നമുക്ക് മെയിൻ ആയിട്ടും ഈ എക്സാം വരുന്നത് CBT മോഡ് ഓഫ് എക്സാം ആണ് അല്ലെ. CBT 1 ഉണ്ടാവും, CBT 2 ഉണ്ടാവും. അത് കൂടാതെ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കൂടി നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കാം. ആൻഡ് ഇതേപോലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രായപരിധി, നിങ്ങളുടെ ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് 18 മുതൽ 33 വരെ ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. 18 മുതൽ 33 വരെ. ആൻഡ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഫ്രെയിമും കൂടി ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 21 മുതൽ നവംബർ 20 വരെയാണ് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. അവിടെ വരുന്ന കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വരുന്നുണ്ട്. 21,700 ആണ് അവിടുത്തെ ശമ്പളത്തിന്റെ പാക്കേജ് പറയുന്നത്. അതുകൂടാതെ അക്കൗണ്ട്സ്, നമ്മുടെ ജൂനിയർ ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, അതേപോലെ തന്നെ ട്രെയിൻസ് ക്ലർക്ക് എന്നീ പോസ്റ്റുകളിലേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സാലറി റേഞ്ച് വരുന്നത് 19,900 ആണ്. 19,900 ആണ് അതിന്റെ ഒരു റേഞ്ച് വരുന്നത്. ആൻഡ് ഇവിടെ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 30 വരെയാണ്. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള
പോസ്റ്റുകളിലേക്കായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് 18 മുതൽ 33 വരെ റേഞ്ച് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ 18 മുതൽ 30 വരെ മാത്രമാണ് പ്രായപരിധി കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെയും നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഫ്രെയിം പറയുന്നുണ്ട്. ഏതാണ്? ഒക്ടോബർ 28 മുതൽ നവംബർ 27 വരെയാണ് നിങ്ങൾക്ക് ഏത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പിന്നീട് സൈറ്റിൽ വരും എന്നുള്ള കാര്യം കൂടി ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിനോ SSC എക്സാംസിനോ ഒക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നു പോയ അതേ ട്രാക്കിലൂടെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഈ എക്സാം ക്രാക്ക് ചെയ്യുക വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു CBT 1 CBT 2 അങ്ങനെ 2 ലെവൽ ഓഫ് എക്സാംസ് ഉണ്ട്. ഈ 2 ലെവൽ ഓഫ് എക്സാംസിനും നിങ്ങൾക്ക് നോക്കേണ്ടത് സെയിം സിലബസ് ആണ്. സിലബസിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല. GK വരുന്നുണ്ട്, അതേപോലെ എന്തുണ്ട്, നമുക്ക് പറയുന്ന സയൻസ് വിഷയങ്ങൾ വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്, മെന്റൽ എബിലിറ്റി, റീസണിങ് പോലുള്ള ഇത്തരത്തിലുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് CBT 1 ആണെങ്കിലും CBT 2 ആണെങ്കിലും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് പറയുക, ഫേസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സെയിം സിലബസ് ആണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പോകുന്ന അതേ ട്രാക്കിൽ നല്ല വാശിയോടുകൂടി മുന്നോട്ട് പോകാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പറയുന്ന റെയിൽവേയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നിങ്ങൾക്കും കയറി പറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ CC ഇതാ ഒരു പുതിയ NTPCയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചിന്റെ ഭാഗമാകാൻ താല്പര്യപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. മുൻ വർഷം നമുക്ക് വന്നിട്ടുള്ള എക്സാംസിന്റെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് എടുക്കുക. അതേപോലെ തന്നെ നമുക്ക് മോക്ക് എക്സാംസ് ഉണ്ട്. എന്തൊക്കെ നിങ്ങൾ ഓക്കെ ആയി എല്ലാം ഫുള്ള് നോക്കിയിട്ട് പോയാലും ഒരു എക്സാമിനെ നിങ്ങൾ ഫേസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഓൺലൈൻ മോഡ് ഓഫ് എക്സാം ആണ്. അതെങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? ആ എക്സാം ഡയറക്റ്റ് ഫേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് പല പ്രാവശ്യം മോഡൽ എക്സാംസ് അല്ലെങ്കിൽ മോക്ക് എക്സാംസ് നമ്മുടെ ഭാഗത്തു നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലൊരു എല്ലാം ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബാച്ചിന്റെ ഭാഗമാകാൻ താല്പര്യപ്പെടുന്നവർ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ആൻഡ് അതുകൂടാതെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് കൂടിയുണ്ട്. അതായത് നമ്മുടെ റെയിൽവേ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസും അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് ആക്ടിവിറ്റീസും എല്ലാം കിട്ടുന്ന ഒരു ഫ്രീ ഗ്രൂപ്പ് കൂടി നമുക്കുണ്ട്. അപ്പോൾ ആ ഫ്രീ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ താല്പര്യപ്പെടുന്നവർ താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലും കൂടി ജോയിൻ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.